ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ സാമ്പത്തിക സഹായികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അങ്കമാലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഹാപ്പി ആനിവേഴ്സറി സിസ്റ്റർ. അപ്പോൾ തന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവെ, അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് താൻ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബം ഒരുമിച്ച് കർത്താവിനെ സേവിക്കുന്ന ഒരു കുടുംബമായി അവർ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ സഹോദരിയോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ഒക്ടോബർ 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കുന്നുമ്മേൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ഒക്ടോബർ 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, സുൽത്താൻ ബത്തേരി. ആശ്വാസമെന്നിൽ തന്നതിന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിയും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരിയും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. അസയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയമേശുവിൽ ശബ്ദത്തിൽ പാടാം. എല്ലാവരും കേൾക്കട്ടെ. ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടം വെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താങ്ങറിയാ, താങ്ങറിയാ. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താങ്ങറിയാ, താങ്ങറിയാ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.
given us only one chance to live on earth, not two chances, only one chance. ദൈവം ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ ഒരേ ഒരു ചാൻസ് മാത്രം, ഒരേ ഒരു സന്ദർഭം മാത്രമേ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനുള്ളൂ. And we can live it as we like. നമുക്ക് എങ്ങനെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നതാണ്. Because God has given us a freedom to choose anything. കാരണം ദൈവം നമുക്ക് എന്തും തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ്. The first couple, human couple, Adam and Eve, when they were put in the Garden of Eden, God said, you can eat any fruit of any tree, but one tree at the center of the Garden of Eden, which is called the fruit of the tree is known as the tree of the knowledge of the good and evil. You should not eat from the fruit of that. ആദ്യ ദമ്പതികൾ ദൈവം ആദാമും ഹവ്വയും അവരെ ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ച് അവരെ അവിടെ ജീവിക്കുവാൻ ദൈവം സ്വാതന്ത്ര്യം നൽകി. അതിനുശേഷം ദൈവം അവരോട് പറഞ്ഞു, നീ ഈ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ജീവൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞു. But still, God would not prevent them. God gave them a freedom. You can either obey or disobey. ദൈവം എന്നാലും അവരെ അത് തടഞ്ഞില്ല. അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം അവർക്ക് അവിടെ നൽകുകയാണ്. Unfortunately, the first woman and man chose to disobey God. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആദ്യ ദമ്പതിമാർ പുരുഷനും സ്ത്രീയും അവിടെ ദൈവത്തെ അനുസരിക്കുന്നതിൽ ആ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയാണ്. And they fell in sin. Curses came upon them, and because of them, the whole earth was cursed. അവർ പാപത്തിൽ വീണു, അവരുടെ മേൽ ശാപം വന്നു ചേർന്നു. അവർ നിമിത്തമായി ഈ ലോകം മുഴുവൻ ശാപത്തിലേക്ക് വീഴുവാൻ ഇടയായി തീർന്നു. And because of that, death came, sicknesses came, so many negative things came into this world. അതുകൊണ്ടാണ് മരണവും രോഗവും ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ ലോകത്തിലേക്ക് വന്നത്. But still, God did not give them up. എന്നാൽ ദൈവം എങ്കിലും നമ്മളെ വിട്ടുകളഞ്ഞില്ല. God wanted to redeem man. ദൈവം നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. And we have gone astray from God's ways. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒത്തിരി അകന്നു പോയവരാണ്. But still, God will not reject us. എന്നാൽ എങ്കിലും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞില്ല. That is the greatness of God's love. അതാണ് ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. Can you lift your right hand and say thank you, Lord? വലത് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞേ, നന്ദി യേശുവേ. Say it again. ഒരിക്കൽ കൂടി പറഞ്ഞാൽ നന്ദി യേശുവേ. Put your hands down and look at me. നിങ്ങൾ എല്ലാവരും കരങ്ങൾ താഴെയിട്ട് എന്നെ നോക്കിയാലും. With wide open eyes, look at me, please. കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് എന്നെ നോക്കിയാലും. I'm going to tell you something very, very important. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. In whatever shape you are today, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നത് ഏത് രൂപത്തിലാണെങ്കിൽ, maybe you have no peace in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം Maybe you are in great financial crisis. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലൂടെ കടന്നു Maybe you are പോകുകയായിരിക്കാം. at the verge of committing suicide. ഒരുപക്ഷെ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ വക്കിൽ എത്തി Maybe നിൽക്കുകയായിരിക്കാം. your family is broken down. ഒരുപക്ഷെ നിന്റെ കുടുംബം തകർന്ന അവസ്ഥയിലായിരിക്കാം. Maybe you are separated or you have gone through divorce. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് നടത്തിയ അവസ്ഥയിലായിരിക്കാം. Maybe some of your dear ones departed from this world and you are still in the grief. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ട് അതിന്റെ ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു Maybe you അവസ്ഥയിലായിരിക്കാം. lost your job. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. Maybe you can see only darkness looking into the future. നിങ്ങൾ ഭാവിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇരുളും മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ Let കഴിയുന്നുണ്ടായിരിക്കുള്ളൂ. me tell you, in whatever shape or condition you are in, Jesus is well able to save you from that situation. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഏത് രൂപത്തിലും ഏത് അവസ്ഥയിലാണെന്നിരിക്കട്ടെ, ദൈവം യേശു കർത്താവ് നിങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് പിടിച്ച് ഉയർത്താൻ പോവുകയാണ്. Lift your right hand and say thank you, Jesus. കൈകൾ വലതുകര ഉയർത്തിക്കൊണ്ട് യേശുവിനോട് നന്ദി യേശുവേ എന്ന് പറഞ്ഞാലും, Because Jesus came into this world with one single purpose, to save
the lost world. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. അത് ഇപ്രകാരമാണ്, നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കുക എന്നുള്ളത്. And his heart is so huge. ആ യേശുവിന്റെ ഹൃദയം വളരെ വലിയതാണ്. He can love any sinner. യേശുവിന് ഏത് പാപിയെ സ്നേഹിക്കുവാൻ കഴിയുന്നതാണ്. How much disobedience there is in your life, that doesn't matter. God can still love you and God can still save you. നിങ്ങളുടെ ജീവിതത്തിൽ അനുസരണക്കേട്, പാപത്തിന്റെ പ്രവൃത്തി എത്രയധികം ഉണ്ടെങ്കിലും അത് ദൈവത്തിന്റെ മുൻപിൽ അതൊരു കാരണമേ അല്ല. ദൈവം നിങ്ങളെ ക്ഷമിക്കുകയും ദൈവം നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യാൻ പോവുകയാണ്. There is no limit to God's forgiveness. ദൈവത്തിന്റെ ക്ഷമയ്ക്ക് പരിധികളില്ല. We are limited in forgiveness. നമ്മളെല്ലാവരും ക്ഷമിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒത്തിരി പരിധികളുണ്ട്. But Jesus has no limits. God, he can forgive any sinner. ഈ ദൈവത്തിന് ഒരു പരിധികളും ക്ഷമിക്കുന്ന കാര്യത്തിലില്ല. ദൈവത്തിന് ആരെയും ആരുടെ പാപവും ക്ഷമിക്കുവാൻ When കഴിയുന്നതാണ്. Jesus was hanging on the cross, യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്ന the Bible സമയത്ത് says he was crucified along with two thieves. ബൈബിൾ പറയുന്നു യേശു കർത്താവ് അന്ന് ക്രൂശിക്കപ്പെട്ടത് രണ്ട് കള്ളന്മാരുടെ ഇടയിലാണ്. One on the left and one on the right. ഒരു കള്ളൻ ഇടതുവശത്ത്, ഒരു കള്ളൻ വലതുവശത്ത്. Both of them were thieves and criminals. അവരെ രണ്ടുപേരും കള്ളന്മാരും കുറ്റവാളികളുമായിരുന്നു. But Jesus was identified with these two thieves. യേശു കർത്താവ് ഈ രണ്ട് കള്ളന്മാരുടെ മധ്യ ഒരു കള്ളനെ പോലെ അവിടെ People തൂങ്ങിക്കിടക്കുകയാണ്. thought this guy hanging in the middle is also a thief. ആളുകൾ ചിന്തിച്ചു, ഈ കള്ളന്മാരുടെ നടുക്ക് കിടക്കുന്ന ആ വ്യക്തിയും മറ്റൊരു കള്ളനാണ്. He was counted as a sinner and a criminal. യേശു കർത്താവ് ഒരു കള്ളനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ അന്ന് എണ്ണപ്പെടുകയായിരുന്നു. But it was as a substitute for us. അത് നമുക്ക് വേണ്ടി നമ്മുടെ പകരമായിട്ടാണ് യേശു കർത്താവ് അന്ന് അവിടെ തൂങ്ങിക്കിടന്നത്. Even when the two thieves were crucified along with him, both of them started just mocking at Jesus. യേശു കർത്താവ് അവിടെ അവരുടെ ഇടയിൽ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ രണ്ട് കള്ളന്മാരും യേശുവിനെ പരിഹസിക്കുവാൻ തുടങ്ങി. But one thief had repentance in his heart. എന്നാൽ അതിനകത്ത് ഒരു കള്ളൻ അവൻ മാനസാന്തരപ്പെട്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. And that thief said, Jesus, when you come back as a king, remember me. ആ കള്ളൻ പറയുകയാണ്, യേശുവി, അങ്ങ് രണ്ടാമത് വരുമ്പോൾ എന്നെയും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. Remember one thing, all of us sitting here, we have committed sins. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. But one thing that can change us, that can make a difference in us, is the repentance that we have in our hearts. എന്നാൽ ഒരു കാര്യം നമ്മൾ മാറ്റം വരുത്തുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന മാനസാന്തരമാണ്. Did you listen to that? നിങ്ങളത് ശ്രദ്ധിച്ചുവോ? Today there can be a change in the course of your life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിക്ക് ഒരു മാറ്റം വരുവാൻ അതിന് സാധ്യതയുണ്ട്. The Holy Spirit tells me, many of you sitting here, you are fed up with your life. ഈ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നിങ്ങളുടെ ജീവിതം മടുത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. Once a while you are in a happy mood, but otherwise you are gloomy and there is disappointment and depression in your heart. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തിരി സന്തോഷം വരാറുണ്ട്. എന്നാൽ പൊതുവെ നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നിരാശയിൽ, വളരെ ദുഃഖത്തിന്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. But remember one thing, Jesus is the joy giver to your life. എന്നാൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തെ തരുന്നവൻ. When Jesus was born in Bethlehem, യേശു കർത്താവ് ഈ ബേത്ലഹേമിൽ വന്ന് പിറന്നപ്പോൾ a portion of the heavenly choir came down. സ്വർഗത്തിലെ ഗായക സംഘത്തിന്റെ ഒരു ഭാഗം അന്ന് അവിടെ ഇറങ്ങി വന്നു. They started singing, അവരന്ന് അവിടെ പാടുവാൻ തുടങ്ങി, joy to the world. ലോകത്തിന് സന്തോഷം. Hallelujah. ഹല്ലേലൂയ. So when Jesus came into this world, he brought joy from heaven. Heaven is a joyful place. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം സ്വർഗത്തിലെ സന്തോഷവും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. സ്വർഗം സന്തോഷത്താൽ നിറഞ്ഞ ഒരു സ്ഥലമാണ്. Hell is a sad place. Nobody is happy there. നരകം എന്ന് പറയുന്നത് അത് സങ്കടം നിറഞ്ഞൊരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു വ്യക്തിയും സന്തോഷമുള്ള ആരും അവിടെയില്ല. The earth is a mixture. Sometimes there is joy, sometimes there is
sadness. എന്നാൽ ഈ ഭൂമി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സ്ഥലമാണ്. ചില സമയത്ത് സന്തോഷമുണ്ട്, ചില സമയത്ത് ദുഃഖങ്ങളുമുണ്ട്. But when Jesus comes into our life, into our hearts, എന്നാൽ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് he brings joy. എന്നാൽ യേശു സന്തോഷം നമ്മുടെ All the ഉള്ളിലേക്ക് sorrows will be taken away. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും അവൻ എടുത്തു മാറ്റുകയാണ്. Lift your hands and say, thank you, Jesus. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവിനോട് പറഞ്ഞ് നന്ദി യേശുവേ എന്ന് പറഞ്ഞാൽ, As I am standing here, ഞാനിവിടെ നിൽക്കുമ്പോൾ I can see Jesus calling, inviting everyone to enjoy his joy. ഞാൻ കാണുന്നൊരു കാര്യം, യേശു കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരെയും തൻ്റെ സന്തോഷത്തിലേക്ക്, തൻ്റെ ആനന്ദത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും യേശു കർത്താവ് വിളിക്കുകയാണ്. He's calling you by name. യേശു കർത്താവ് നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയാണ്. Joseph, come to me, I will give you rest. ജോസഫേ, എൻ്റെ അടുത്ത് വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകാൻ പോവുകയാണ്. Mercy, come to me, I will give you rest. മേഴ്സി, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകും. Rajan, come to me, I will give you rest. രാജൻ, എൻ്റെ അടുത്ത് വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകും. Thomas, come to me, I will give you rest. തോമസേ, എൻ്റെ അടുത്ത് വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകും. Sajan, come to me, I will give you rest. സാജൻ, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകും. Vijayan, come to me, I will give you rest. വിജയൻ, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് ആശ്വാസം നൽകുകയാണ്. Kamala, come to me, I will give you rest. കമല, എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിനക്ക് ആശ്വാസം He's നൽകും. calling each and everyone. യേശു കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും പേര് ചൊല്ലി വിളിക്കുകയാണ്. What will be our response? എന്താണ് നമുക്ക് ആ യേശുവിന്റെ വിളിയോടുള്ള പ്രതികരണം? Many times we want to go astray. Many times we want to go away from Jesus. We want to have our own ways. പല സമയത്ത് നമുക്ക് യേശുവിൽ നിന്ന് അകന്നു മാറുവാൻ, യേശുവിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടേതായ രീതിയിൽ ജീവിക്കണമെന്ന്, നടക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. That's what the first parents did. അതാണ് ആദ്യത്തെ മാതാപിതാക്കൾ ചെയ്തത്. They wanted to disobey God. അവർ ദൈവത്തെ They അനുസരിക്കാതിരിക്കുവാൻ never ആഗ്രഹിച്ചു. thought about the consequences. അവർ ഒരിക്കലും അതിന്റെ അനന്തരഫലം എന്തെന്ന് അവർ ചിന്തിച്ചില്ല. Because of that disobedience, the whole mankind was under curse. അത് അവരുടെ അനുസരണക്കേട് നിമിത്തം എല്ലാ മാനവരാശി മുഴുവൻ അവർ ശാപത്തിലേക്ക് വീഴുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അനിൽ കുമാർ എന്നാണ്. 2014 ജനുവരി മാസത്തിൽ തനിക്ക് വയറിന് അതികഠിനമായ വേദനയുമായി താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും അവിടെ ചെന്ന് അതിനുശേഷം 2 ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ വലിയൊരു ഓപ്പറേഷനിലൂടെ താൻ കടന്നു പോവുകയും അതിനുശേഷം തൻ്റെ റെക്റ്റം മലദ്വാരം അത് മുറുക്കുകയും അതൊരു ബാഗായിട്ട് സൈഡിൽ വയറായിരുന്നു അസുഖം എന്നുള്ളത് പറഞ്ഞു. ക്യാൻസർ ആയിരുന്നു. അതിൽ സർജറി ചെയ്ത ഒരു ഭാഗം നീക്കേണ്ടി വന്നു. 2014 ജനുവരി മാസം, ജനുവരി 19 ഓപ്പറേഷൻ നടന്നത്. പിന്നീടുള്ള ടെസ്റ്റുകളിലാണ് അത് ക്യാൻസർ കൊണ്ട് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. വളരെ വലിയ ഓപ്പറേഷനാണത്. വലിയ ഓപ്പറേഷനിലൂടെ അതങ്ങനെ ചെയ്തു. അങ്ങനെ താൻ ഒരു ക്യാൻസർ രോഗിയായി മാറി. പെട്ടെന്നൊരു വയറുവേദനയാണ്. പിന്നീടാണ് താൻ തിരിച്ചറിയുന്നത് താൻ ഒരു ക്യാൻസർ രോഗിയാണ്, മരണത്തിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒത്തിരി കീമോതെറാപ്പികളും ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ തൻ്റെ 6ാമത്തെ കീമോതെറാപ്പി ചെയ്തുകൊണ്ട് കോട്ടയത്തെ ക്യാൻസർ വാർഡിൽ കിടക്കുന്ന സമയത്ത് രാവിലെ 7 മണിയൊക്കെ ആയ സമയത്ത് തൊട്ടടുത്തുന്ന അവിടെ വാർഡിൽ TV ഉണ്ട്. അടുത്തുള്ളൊരു മോളോട് പറഞ്ഞ TV ഒന്ന് കേൾക്കും, നമുക്ക് പ്രാർത്ഥന കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ TV ഓൺ ചെയ്തു. ആ സമയത്ത് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം വരികയായിരുന്നു. അതിനകത്ത് പ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വയറിൻ്റെ സൈഡിൽ ബാഗ് വെച്ചിരിക്കുന്ന ക്യാൻസറുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഈ ബ്രദർ പറഞ്ഞു, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. ചുറ്റുപാടുമുള്ള എല്ലാവരും പറഞ്ഞ ഇത് തനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. അവരും എല്ലാം അത് കേട്ട് വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. കീമോ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഒരു ടെസ്റ്റും കൂടെ നടത്താം. ആ ടെസ്റ്റിന് ശേഷം അടുത്ത കീമോയ്ക്ക് വരുമ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെയും കീമോകൾ ഒത്തിരി ചെയ്യണമെന്നാണ് പറഞ്ഞത്. സ്കാനിങ് ടെസ്റ്റ് ചെയ്തു. താൻ പിന്നീട് 7ാമത്തെ കീമോയ്ക്ക് വേണ്ടി തിരിച്ചു വന്ന് ആ സമയത്താണ് റിസൾട്ട് ഡോക്ടറെ കാണിക്കുന്നത്. റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയാണ്, തനിക്ക് ക്യാൻസർ ഇല്ല, ക്യാൻസർ പൂർണ്ണമായി മാറിപ്പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച്
ഗുളികകൾ മാത്രം കൊടുത്ത് തിരിച്ചു വിട്ടു. പിന്നീടും പല തവണ റിവ്യൂ ടെസ്റ്റുകളും സ്കാനിങ്ങുകളും എല്ലാം നടത്തി. അതിനകത്തെല്ലാം താൻ ക്യാൻസർ ഇല്ല, ആ ടെസ്റ്റിലെല്ലാം ക്യാൻസറിൻ്റെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് തൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല. പിന്നീട് തനിക്ക് ഒരു ഓപ്പറേഷൻ നടത്തി ആ സൈഡിലുണ്ടായിരുന്ന ആ ബാഗ് എടുത്ത് അത് സാധാരണ നിലയിലേക്ക് അത് വേണ്ടി മാത്രം ചെയ്തു. ഇപ്പോൾ താൻ പറയുന്നത് താൻ പൂർണ്ണ സൗഖ്യമാണ്. യേശു കർത്താവ് ഒരു ക്യാൻസർ വാർഡ് സന്ദർശിച്ചു. അതാണ് എനിക്ക് മനസ്സിലായത്. ആ ക്യാൻസർ വാർഡിനകത്ത് യേശു ചെന്ന് അദ്ദേഹത്തെ സൗഖ്യമാക്കി. ആ ക്യാൻസർ വാർഡിൽ ആ സമയത്ത് ബ്ലെസ്സിങ് ടുഡേ വെച്ചതും ഈ കാര്യം കൃത്യമായി അദ്ദേഹം അത് കേൾക്കാനിടയായതും വിശ്വസിച്ചതും എല്ലാം ദൈവത്തിൻ്റെ ഒരു ടൈമിംഗ് ആയിരുന്നു. എനിക്കിന്ന് പറയാനുള്ളത്, അവസ്ഥ എവിടെയാണെങ്കിലും എത്ര ദാരുണമാണെങ്കിലും യേശുവിന് അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയും. 38 വർഷം ഒരു കുളക്കരയിൽ കിടന്നിരുന്നൊരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് യേശു സൗഖ്യമാക്കി. ഉടൻ തന്നെ അയാൾ കിടക്കെടുത്തുകൊണ്ട് വീട്ടിൽ പോയി. ഇതുപോലെ ക്യാൻസർ ബാധിതനാകുന്ന ഒരു വ്യക്തി ഒന്നെങ്കിൽ അസുഖം വന്ന് ഒന്നെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരണപ്പെടും. കടഭാരം വരും, ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ വരും. എന്നാൽ ഇദ്ദേഹം അതിനുശേഷം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ കാണുകയൊക്കെ ചെയ്തു. പറയുന്നത് തനിക്ക് ഒരു വീടില്ലായിരുന്നു, സ്ഥലമോ വീടോ ഒന്നും ഇല്ലായിരുന്നു. ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹമായി തനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന് ഒരു സ്ഥലവും അതുകൂടാതെ ഒരു വീടും കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു അധ്യായം കർത്താവ് തൻ്റെ ജീവിതത്തിൽ തുറന്നു. എത്ര പേർക്ക് 2 കൈകളും ഉയർത്തി യേശുവിന് നന്ദി പറയാൻ കഴിയും? കർത്താവെ, ഈ സഹോദരന് വേണ്ടി അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരിൽ ഈ സാക്ഷ്യം കേട്ടിട്ട് വിശ്വാസം വർദ്ധിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ കേട്ടതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ കാണുന്നവരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൽ ഏത് രാജ്യത്തിരുന്നുകൊണ്ട് ഈ സാക്ഷ്യം കാണുന്നെങ്കിലും ഇത്രയും പേർ 2 കരങ്ങളും നീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ വാർഡുകളിൽ, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ, അഥവാ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടക്കി അയക്കപ്പെട്ട വ്യക്തികളിൽ, ആ ഭവനത്തിലായാലും എവിടെയാണെങ്കിലും ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനങ്ങളെ കൊടുക്കണമേ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ തുടരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ഒക്ടോബർ 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കുന്നുമ്മേൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ഒക്ടോബർ 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, സുൽത്താൻ ബത്തേരി. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഇപ്പോൾ തന്നെ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിൻ്റെ അറ്റത്ത് മുഴുവൻ പൂപ്പൽ പോലെ എന്തോ പിടിച്ചിരിക്കുന്ന ചില അസുഖമുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്തരം രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ, കർത്താവെ, അങ്ങയുടെ കരം അവരുടെ മേൽ വെക്കണമേ കർത്താവെ. ഇപ്പോൾ തന്നെ അങ്ങയുടെ കരത്താൽ അത്ഭുതം അവർക്ക് സംഭവിക്കട്ടെ. വരുന്ന ചില മാസങ്ങൾക്കുള്ളിൽ കർത്താവെ അവർ ഗർഭിണികളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ചില പ്രശ്നമുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അതുപോലെ ജോലി നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികൾ, കർത്താവെ, അവരുടെ ജോലി തിരികെ ലഭിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്ത് ഏറ്റവും നല്ലൊരു ജോലി അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തൊണ്ടയ്ക്കകത്ത് ക്യാൻസർ ഉള്ള ചില രോഗികൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്തരം രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
താങ്ക് യു ജീസസ്. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഈ സമയത്ത് യേശുവിൻ്റെ നാമത്താൽ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മലപ്പുറത്താണ്. അപ്പോൾ തന്നെ മറ്റന്നാൾ അത് സുൽത്താൻ ബത്തേരിയിലാണ് നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരാൻ മടിക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ വന്ന് പങ്കുവയ്ക്കണം എന്ന് മാത്രമല്ല, രോഗികളായിട്ടുള്ളവരെ, മറ്റ് പ്രശ്നങ്ങളുള്ളവരെ ഒക്കെ നിങ്ങൾ അവിടെ കൊണ്ടുവരണം. ബ്രദർ ഡാമിൻ്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കൈവശമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വളരെ താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.